രാജ്യത്താകെയുള്ള പ്രാദേശിക ഭരണ സംവിധാനങ്ങളിൽ നിന്ന് ഏറെ മുന്നോട്ടു പോയതാണ് സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്ത് സ്ഥാപനങ്ങൾ. അധികാര വികേന്ദ്രീകരണത്തിന്റെ വേറിട്ട മാതൃക സൃഷ്ടിച്ച കേരളത്തിന്റെ തദ്ദേശ ഭരണ സംവിധാനത്തിന്റെ മേന്മകളെക്കുറിച്ച് പഠിക്കുന്നതിന് ലോകരാജ്യങ്ങളിൽ നിന്നുപോലും പ്രതിനിധി സംഘങ്ങൾ ഇവിടെ എത്തുകയുണ്ടായി. സമ്പൂർണ്ണ സാക്ഷരത, ജനകീയാസൂത്രണം, ലൈഫ് ഭവന പദ്ധതി, അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്നിങ്ങനെ സുപ്രധാന പദ്ധതികൾ പ്രാദേശിക ഭരണ സംവിധാനങ്ങളുടെ കൂടി സഹകരണത്തോടെയാണ് നടപ്പിലാക്കിയത്. ഇതിനു പുറമെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കുമുള്ള അടിത്തറയായി ഉപയോഗിക്കുന്നതും ഈ സംവിധാനങ്ങളെയാണ്. റോഡുകൾ, പാലങ്ങൾ, കുടിവെള്ളം ഉൾപ്പെടെ പശ്ചാത്തല സൗകര്യ വികസനം, മാലിന്യ സംസ്കരണവും ശുചീകരണവും, പരിസ്ഥിതി സംരക്ഷണം, ദുരന്ത നിവാരണം, വിനോദസഞ്ചാര വികസനം, തൊഴിൽ സൃഷ്ടി, നൈപുണ്യ സംരംഭകത്വ വികസനം, ആരോഗ്യ പരിപാലനം, വയോജന ക്ഷേമം, പെയിൻ ആൻഡ് പാലിയേറ്റീവ് പരിചരണം എന്നിങ്ങനെ നിരവധി മേഖലകളിലെ പദ്ധതികൾ തദ്ദേശ സ്ഥാപനങ്ങളിലൂടെയാണ് നിർവഹിക്കുന്നത്. ഭരിക്കുന്ന രാഷ്ട്രീയ മുന്നണി ഏതെന്ന വേർതിരിവില്ലാതെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളെ വിശ്വാസത്തിലെടുത്താണ് LDF സർക്കാരിന്റെ കാലത്ത് ഈ ലക്ഷ്യങ്ങൾ കൈവരിച്ചതും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോയതും. അതിനാവശ്യമായ ഭരണ സാമ്പത്തിക സഹായങ്ങൾ കൈയയച്ച് നൽകുകയും ചെയ്തു. പക്ഷേ പതിവ് പോലെ ത്രിതല ഭരണ സംവിധാനങ്ങളെ ഞെരുക്കുകയും പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുന്ന സമീപനം തന്നെയാണ് പുതിയതായി അധികാരമേറ്റ UDF സർക്കാരിന്റെ മുഖമുദ്ര എന്നാണ് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളെ മുന്നിൽ നിർത്തി നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾക്കുള്ള വിഹിതം കുറച്ചും സാമ്പത്തിക സഹായങ്ങൾ തടഞ്ഞുമുള്ള UDF സർക്കാരിന്റെ നടപടികൾ പ്രാദേശിക ഭരണ സംവിധാനത്തെ പ്രതിസന്ധിയിലാക്കുന്നുവെന്ന ഗുരുതര സാഹചര്യമാണ് സംജാതമായിട്ടുള്ളത്. അധികാരത്തിലേറി 2 മാസം പോലും ആകുന്നതിനു മുൻപാണ് ഈ നടപടി എന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ സഞ്ചാരം സുഗമമായിരിക്കില്ല എന്നതിന്റെ തെളിവ് കൂടിയാവുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പദ്ധതി വിഹിതമായും ലൈഫ്, സ്ത്രീ ശാക്തീകരണ സംരംഭമായ കുടുംബശ്രീ എന്നിവ ഉൾപ്പെടെ വിവിധ കൊടിക്കൂറ പദ്ധതികൾക്ക് പ്രത്യേക വിഹിതമായും LDF സർക്കാരിന്റെ അവസാന ബജറ്റിൽ നീക്കിവെച്ച തുകയിൽ വൻ കുറവ് വരുത്തിയാണ് UDF സർക്കാർ പുതുക്കിയ ബജറ്റ് അവതരിപ്പിച്ച് പാസാക്കിയത്. LDF 35,000 കോടി നീക്കിവെച്ചെടുത്ത് പുതുക്കിയ ബജറ്റിൽ 30,000 കോടിയായി കുറച്ചു. ലൈഫ് പദ്ധതി തുടരുകയില്ല എന്നതിന്റെ സൂചനകൾ നൽകിയ ബജറ്റിൽ കുടുംബശ്രീയെക്കുറിച്ച് പരാമർശം പോലും ഉണ്ടായില്ല. എന്നു മാത്രമല്ല, സാമ്പത്തിക വർഷത്തിന്റെ 3 മാസം പിന്നിട്ടിട്ടും പദ്ധതി വിഹിതത്തിന്റെ ആദ്യ ഗഡു നൽകുന്നതിനും നടപടിയെടുത്തിട്ടില്ല. പദ്ധതി നിർവഹണം സാമ്പത്തിക വർഷാവസാനം വരെ നീളുകയും ഫണ്ട് പാഴാകുകയും ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് അടുത്ത സാമ്പത്തിക വർഷത്തെ പദ്ധതികൾ മുൻകൂട്ടി രൂപീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന രീതിയാണ് കുറച്ച് വർഷങ്ങളായി നിലവിലുള്ളത്. വാർഡ്, ഗ്രാമസഭാതല ചർച്ചകൾക്കു ശേഷം വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകൾ സമാഹരിച്ച് പഞ്ചായത്ത്, നഗരസഭാതല വികസന സെമിനാറുകളിൽ ഇത് അന്തിമമാക്കുകയാണ് പതിവ്. പിന്നീട് ജില്ലാതലത്തിൽ DPC ആസൂത്രണ സമിതി ചേർന്ന് സൂക്ഷ്മ പരിശോധന നടത്തി അംഗീകാരം നൽകുകയും ചെയ്യുന്നു. ഈ നടപടിക്രമങ്ങൾ മുൻ സാമ്പത്തിക വർഷം തന്നെ പൂർത്തിയാക്കുന്നതാണ്. നടപ്പ് സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിലിൽ തന്നെ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും വർഷാവസാനത്തിന് മുൻപ് നിശ്ചിത ഘട്ടം പൂർത്തിയാക്കുകയും ചെയ്യുന്നതിനായിരുന്നു കഴിഞ്ഞ LDF സർക്കാർ ഈ രീതി ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളും കഴിഞ്ഞ മാർച്ചിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് അംഗീകാരം വാങ്ങിയിരുന്നതാണ്. ആദ്യ ഗഡു ലഭിക്കാത്തതിനാൽ അവയുടെ പ്രവർത്തനം ആരംഭിക്കുവാനോ നേരത്തെയുള്ളവ തുടരുന്നതിനോ സാധിക്കാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് സർക്കാർ നടപടിയിലൂടെ. പാവപ്പെട്ടവരുടെ ഭവന നിർമ്മാണ പദ്ധതി, വ്യക്തിഗത സഹായങ്ങൾ എന്നിവയെല്ലാം തടസ്സപ്പെട്ടിരിക്കുകയാണ്. പദ്ധതി വിഹിതത്തിന്റെ 20% തുക ഭവന പദ്ധതിക്കുള്ളതാണ്. സർക്കാർ ബജറ്റിൽ നീക്കിവെച്ച തുകയുടെ ആദ്യ ഗഡുവെങ്കിലും ലഭിക്കണമെന്നാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ആവശ്യപ്പെടുന്നത്. അത് ലഭിച്ചാൽ സാമ്പത്തിക വർഷത്തിന്റെ 4-ാം മാസമെങ്കിലും പ്രവൃത്തി ആരംഭിക്കാൻ കഴിയും. എന്നാൽ അതിനുള്ള നടപടികൾ ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. ഇതുമൂലം 1000-ത്തിലധികം പദ്ധതികൾ ആരംഭിക്കാനാകാത്ത അവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ പ്രയാസത്തിലാണ് തദ്ദേശ സ്ഥാപന അധികാരികൾ. ഈ വിഷയത്തിന് എത്രയും വേഗം പരിഹാരമുണ്ടാകേണ്ടതുണ്ട്. ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയായതിനാൽ ഈ വീഴ്ചയുടെ പൂർണ്ണ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക് തന്നെയാണ്.